നമസ്കാരം. ഞാൻ സുദർശനം ജ്യോത്സ്യർ കവലയൂർ. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കർക്കിടകക്കൂറിൻ്റെ ഒരു ഫലം പറയുകയാണ്. മേടം മുതൽ മിഥുനം വരെയുള്ള രാശികളുടെ ഫലങ്ങൾ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. രാഹുകേതുക്കളുടെ ഫലങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ മാറ്റം അനുസരിച്ചുള്ള ഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കർക്കിടകക്കൂറിന് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഒരു 2 മാസത്തെ ഫലം അവർക്ക് എങ്ങനെയാണ് കർക്കിടകക്കൂറുകാർക്ക് വരിക എന്നുള്ളത്. പുണർന്നത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും വരുന്ന കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൻ്റെ ഫലമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ കർക്കിടകൻ രാശിക്കാർക്ക് ലഗ്നാധിപതിയായിരിക്കുന്ന ചന്ദ്രൻ്റെ ഗതി ഇപ്പോൾ നീരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് ആരോഹണ ബലവാനായിട്ട് വരികയാണ്. അവിടെ ദേഹത്തിൻ്റെ സുഖ സൗകര്യങ്ങളും ദേഹത്തിന് വലിയ കുഴപ്പമില്ലാതെ ദേഹാവസ്ഥകളൊക്കെ മുന്നോട്ട് പോകാനുള്ള യോഗം കാണുന്നുണ്ട്. ശരീരത്തിന് സുഖവും സന്തോഷമൊക്കെ അനുഭവപ്പെടാനും മനസ്സിന് കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. നേരത്തെ അല്പം ദോഷമായിരുന്നു ആത്മാധിപത്യം എടുത്തിരിക്കുന്നതായ മനസ്സിൻ്റെ ഭാവാധിപതിയായിരിക്കുന്നതായ ചൊവ്വ മൗഢ്യത്തിൽ പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് അവിടെ മനസ്സിനൊക്കെ ഒത്തിരി പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവിടെ സ്വക്ഷേത്ര സ്ഥിതിയും കാര്യങ്ങളും ഇരിക്കുന്നതുകൊണ്ട് ദോഷം വളരെ ഗൗരവമായിട്ട് വരില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അവിടെ മനസ്സിൻ്റെ ഭാവം നോക്കുമ്പോൾ സന്താനഭാവം കൂടിയാണ് ചിന്തിക്കപ്പെടേണ്ടത്. സന്താനങ്ങൾക്ക് എന്തെങ്കിലും ചില ആപത്തുകൾ ചെറുതായിട്ട് വരാമെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറിപ്പോവും എന്ന് തന്നെ അതിലും കാണിക്കുന്നുണ്ട്. 2ാം ഭാവം എന്ന് പറയുന്നതായ ചിങ്ങൻ രാശിയുടെ ഫലം നോക്കുമ്പോഴത്തേക്ക് ധനത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ ധനകാരകനായിരിക്കുന്ന വ്യാഴം 10ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത് 10ാം ഭാവത്തെപ്പറ്റി അത്ര നല്ല അനുഭവമല്ല വ്യാഴം പറഞ്ഞിരിക്കുന്നതെങ്കിൽ ചാരവശാൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴദശ നടക്കുകയോ വ്യാഴൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ട്. നല്ല സ്ഥാനങ്ങളിൽ യോഗകർത്താവായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ വ്യാഴം നിങ്ങൾക്ക് ചാരവശാൽ വരുന്ന ആ വ്യാഴം നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ കർക്കിടകക്കൂറുകാരുള്ളൊരു പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അഷ്ടമശനി എന്നൊരു ദോഷകാലം ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട്. അഷ്ടമശനി എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ട് കഴിഞ്ഞ ജനുവരിയിൽ വന്ന് ഇപ്പോൾ 11 മാസത്തോളം തികഞ്ഞിരിക്കുന്നു. ഇനി ആ ദശാകാലം നമുക്ക് ഏകദേശം ഒരു 1.5 വർഷക്കാലം കൂടി അധികവും നമുക്കുണ്ടാകാനുള്ള 1 വർഷം 7 മാസമാണ് കറക്റ്റ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ആ കണ്ടകശനി അതിനു മുമ്പ് നേരത്തെ ആ കണ്ടകശനി ആയിരുന്നു, അതിന് ശേഷമാണ് അഷ്ടമശനി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകേണ്ടത്, ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം ഒരു 1-2 മാസത്തെ അനുഭവങ്ങളെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അഷ്ടമശനി എന്ന് പറയുന്ന ആ ഗ്രഹസ്ഥിതി നമുക്ക് പൊതുവെ ദോഷമായിട്ടാണ് പറയേണ്ടത്. അവിടെ അല്പം നമുക്കൊരു ആനുകൂല്യമുള്ളതെന്ന് പറയുന്നത് ഈ ശനി അവിടെ മൂലക്ഷേത്ര ബലത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ചിലവർക്കല്ലാതെ കുറച്ച് ഗുണകരമായിട്ട് കൂടെ പോകാൻ സാധ്യതയുണ്ട്. വലിയ ഗൗരവമായ ഗുണം ചെയ്തില്ലെങ്കിൽ പോലും അത് വലിയ ദോഷം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അഷ്ടമശനി ദോഷം തീരണ നേരത്തെ പറഞ്ഞ കണക്ക് അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ കണ്ടകശനി അഷ്ടമശനിയൊക്കെ നടക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ശാസ്താവിനെ നമ്മൾ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുക. ശാസ്താവിന് നെയ്വിളക്ക്, നെയ്പായസം മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. എള്ളുപായസം നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് 5 പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശാസ്താവിനെ സംബന്ധിച്ച് നല്ലതാണ്. ശബരിമലയ്ക്കൊക്കെ ഒന്ന് പോകുന്നതും ഈ സന്ദർഭത്തിൽ നല്ലതായിരിക്കും. സർവ പ്രണാശ വിപത്ത് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. വിപത്തും ആപത്തുകളും ഒക്കെ അതിന് കുറച്ചുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ശാസ്താവിനെ ഭജിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അത് മാറ്റം വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 10ാം ഭാവം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞു 10ാം ഭാവത്തിൻ്റെ ഗുണാനുഭവങ്ങൾ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഗുണത്തിൻ്റെ അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ധനത്തിൻ്റെ വിഷയവും നമുക്ക് പറയുന്ന കാലം ധനത്തിന് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. വിശേഷിച്ച് ഇനിയിപ്പോഴും നമുക്ക് സഹോദര സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. പിതാവിനെ സംബന്ധിച്ച് നമുക്ക് 9ാമത്തെ രാശി രാഹു വന്നിരിക്കുന്നതുകൊണ്ട് പിതാവിനെ സംബന്ധിച്ച് ചില പിതാവിന് രോഗങ്ങൾ ഉണ്ടാവുകയോ പിതാവിൻ്റേതായ തമ്മിലും പുത്രൻ അല്ലെങ്കിൽ പുത്രിയും തമ്മിലുണ്ടാക്കുന്നതായ ആ മാനസിക സന്തോഷത്തിന് ചില പോരായ്മകൾ വരാനുള്ള സാധ്യതയും അവിടെ ഉടലെടുക്കാൻ ഈ 9ലെ രാഹു ഇടവരുത്തേക്കും. ആ പുണ്യഭാവമായതുകൊണ്ട് പുണ്യഭാവമായതുകൊണ്ടും നമുക്ക് വ്രതാനുഷ്ഠാനങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ മുടങ്ങുക, അതൊക്കെ വരാനുള്ള സാധ്യതകളും ഈ രാഹുവുണ്ട്. അതുകൊണ്ട് സർപ്പങ്ങൾക്കുള്ള പ്രാർത്ഥന, സർപ്പപ്രീതിയും അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ സർപ്പങ്ങൾക്കുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് 1.5 വർഷമാണ് ആ രാഹു അവിടെ നിൽക്കണമെന്ന് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രാഹുവിൻ്റെ ഒക്ടോബർ മാസം
ഈ 30-ാം തീയതിയാണ് രാഹു 9ലേക്ക് പ്രവേശിച്ചത്. രാഹു അപ്പോഴും കേതു 3-ൽ വരും. 3-ലെ കേതു ഒരു വിഷയമല്ല. ആ രാഹുവിന് വേണ്ടി നമ്മൾ ഈ പറയുന്ന കണക്ക് മണ്ണാർശാല ക്ഷേത്ര ദർശനം, പ്രാർത്ഥനയ്ക്കോ അനന്തരങ്കാട്, വെട്ടിക്കോട്ട് മുതലായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്താൽ അവിടെ നമുക്ക് അവിടെയും ഭാഗ്യത്തിനെ കയറി പിടിക്കും. അത് പുത്രസ്ഥാനത്തും പുത്രപൗത്രാദികളായിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് അവിടെ അവർക്ക് ദോഷങ്ങൾ വരുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രത ഇനിയിപ്പോൾ നമുക്ക് ഈ കൂറിൻ്റേതായ ചില ദശകളേറ്റം നമുക്ക് എങ്ങനെ ഇരിക്കുമെന്നും കൂടി ഈ കൂട്ടത്തിൽ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചാരവശാലുള്ള ഫലങ്ങളെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ജാതകത്തിൽ ദശാകാലങ്ങൾ കൂടി അവിടെ പ്രാധാന്യമുണ്ട്. ആ ദശകൾ കൂടി നമുക്ക് നല്ലവണ്ണം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷം വരാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യത. അപ്പോൾ ആ ദശ എങ്ങനെ ഇരിക്കും? ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൊവ്വാദശയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചൊവ്വ 10-ാം ഭാവാധിപത്യവും 5-ാം ഭാവാധിപത്യം ഇരിക്കുന്നത് കൊണ്ട് ചൊവ്വാദശ അവിടെ വലിയ ദോഷം ചെയ്യാതെ പോകും. ത്രികോണാധിപത്യം ഭാവഗ്രഹങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ പോലും കേന്ദ്രാധിപത്യം ഈ ചൊവ്വയ്ക്ക് നല്ലതാണ്. പക്ഷേ അവിടെ ചൊവ്വ ഉച്ചസ്ഥനായിട്ടും 11-ൽ ഉച്ചസ്ഥനായിട്ടോ അല്ലെങ്കിൽ മൂലക്ഷേത്ര ബലത്തിലോ അങ്ങനെയൊക്കെ നിൽക്കുകയും നല്ല ഭാവങ്ങളിലായിരിക്കുകയും ചെയ്താൽ നമുക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങളൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ബുധദശയാണ് ആരംഭിച്ച് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബുധനെന്ന് പറയുന്ന ദശ 12-ാം ഭാവാധിപത്യവും 3-ാം ഭാവാധിപത്യവും ഉള്ളതുകൊണ്ട് അതിനത്ര നല്ല സുഖകരമായ ഒരു ബുധദശാനുഭവമായിരിക്കില്ല നമുക്ക് വരിക. അത് 17 വർഷമാണ് ഈ ബുധൻ നമുക്ക് നിൽക്കുന്നത്. ആ ബുധൻ നമുക്ക് പിന്നെ നല്ല നീചത്തിലാണെങ്കിൽ പോലും നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ബുധൻ ഭാവനോട് കൂടാതെ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി ബലവാനായിട്ട് നല്ല ഭാവങ്ങൾ നിൽക്കുക. അങ്ങനെയൊക്കെ 9, 7, 2 ലഗ്നം മുതലായിരിക്കുന്ന രാശികളിലും 11 ഇങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെയാണ് ഈ ബുധൻ നിൽക്കുന്നതെങ്കിൽ ആ ബുധൻ്റെ നല്ല അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും ബുധദശയുടെ ഫലങ്ങൾ. ഇത് ഞാൻ ചന്ദ്രരാശി വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ലഗ്നരാശി എന്ന് പറയുമ്പോൾ ആ ജാതകം കണ്ടാൽ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. ആ ജാതകം വെച്ച് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞുകൊള്ളുക. പിന്നെ വേണ്ടതെന്നാണ് നമുക്ക് വ്യാഴദശയായിട്ടാൽ നമുക്ക് കർക്കിടകക്കൂറുകാർക്ക് എങ്ങനെ ഇരിക്കും. ലഗ്നത്തിൻ്റെ ജന്മാവകാശം എടുത്തിരിക്കുന്ന വ്യാഴം 9-ഉം 6-ഉം ഭാവം വഹിച്ചുകൊണ്ടാണ് ആ ഗ്രഹത്തിൻ്റെ ദശാകാലം നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ ചന്ദ്രദശ കൂടുതൽ ഈ വ്യാഴദശ നമുക്ക് 6-ാം ഭാവാധിപത്യം ഉണ്ടെന്നുള്ള ദോഷമുണ്ട്. 9-ാം ഭാവത്തിൻ്റെ ഫലങ്ങളെ നമുക്ക് കൂടുതൽ തരികയും 6-ാം ഭാവാധിപത്യത്തിൻ്റെ ദോഷം പകുതിക്ക് ശേഷം ചിലപ്പോൾ അത് ദോഷത്തിന് കാരണമായിട്ട് വരികയും ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ അവിടെ 6-ാമത്തെ രാശിയിൽ തന്നെ നമ്മുടെ മൂലക്ഷേത്ര ബലത്തിലാണ് ഈ വ്യാഴം നിൽക്കുന്നതെങ്കിൽ ദോഷഫലം വ്യാപ്തിയായിരിക്കും. ഇപ്പോഴേ ആ വ്യാഴം നമുക്ക് ലഗ്നത്തിൽ പിന്നെ കർക്കിടകത്തിൻ്റെ രാശിയിൽ തന്നെ നിൽക്കുക, കേസരി യോഗം ചെയ്ത് നിൽക്കുക. അങ്ങനെ കർക്കിടകത്തിൽ വരുമ്പോൾ മിക്കവാറും കേസരി യോഗം നമുക്ക് വരികയും ചെയ്യും. വളരെ വിശേഷമായ ഒരു യോഗമാണ് നമുക്ക് അതിലുണ്ടാവുക. എന്തായാലും നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ആ വ്യാഴദശയിൽ നമുക്ക് ഫലങ്ങളുണ്ടാവും. അപ്പോൾ ഈ ലഗ്നാലാണ് ഇത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതും ഫലം ചെയ്യും. അപ്പോൾ നമുക്ക് അതുകൂടെയൊക്കെ പരിശോധിച്ചുകൊള്ളുക. നമുക്ക് അതാണ് അടുത്ത ദശയായിട്ട് 2-ാം ഭാവാധിപത്യം എന്നുള്ള ഒരു ഗുണം അതിനുണ്ട്. അത് ഉച്ചസ്ഥനായിട്ടും ബലവാനായിട്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തിനെയും നമുക്ക് ഫലം ചെയ്യാം. ഈ ഞാൻ പറയുന്നത് ആ കൂറിനെ വെച്ചുകൊണ്ടാണ്, ആ കർക്കിടകക്കൂറിൻ്റെ ഫലം അനുസരിച്ചാണ്. അല്ലാതെ നമുക്ക് എല്ലാത്തിനെയും നമുക്ക് അടച്ചിങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ലഗ്നാധിപത്യം എന്നുള്ള ലഗ്നം കൊണ്ടുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞത് ചന്ദ്രലഗ്നത്തിനാണ് ബലമെന്നുണ്ടെങ്കിൽ കാരണം ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ ലഗ്നത്തെ കൊണ്ട് അത് പിടിക്കണമെന്നാണ്. അപ്പോൾ ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ അതുകൊണ്ടും ചന്ദ്രലഗ്നത്തിനാണ് ബലമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുമാണ് ഫലം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ചന്ദ്രൻ്റെ ബലമെന്ന് പറഞ്ഞാൽ പക്ഷബലമാണ് ചന്ദ്രന് പ്രധാനമായിട്ടും. അങ്ങനെ പറയുന്നുണ്ട്. ദൃഷ്ടേ സുതാര്യന്ത സുതേ ശശാങ്കേ നീജാസ്ഥഹേനേർ ഗജകേസരി യോഗ എന്നുള്ളൊരു ഫലം നമുക്കുണ്ട്. അപ്പോൾ മാത്രമല്ല ദൃഷ്ടേ സ്ഥിത ആര്യന്ത സുതേ ശശാങ്കേ, അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം മൗഢ്യമില്ലാതെയും ശത്രു നീചസ്ഥിതി ഇതല്ലാതെയും ഈ ബുധനെ ഈ പറയുന്ന ചന്ദ്രനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ സദൈവ എപ്പോഴും ബലവാനായിരിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ വെളുത്തപക്ഷത്തിലെ ദശമി കഴിഞ്ഞ് ഏകാദശി മുതൽ അടുത്ത കറുത്തപക്ഷ പഞ്ചമി വരെ നമുക്ക് ചന്ദ്രൻ പൂർണ്ണ ബലവാനായിരിക്കുമെന്നാണ് പറയുന്നത്. ചന്ദ്രൻ്റെ ബലാബലങ്ങൾ ഇങ്ങനെയാണ്. അതിൽ മാസീര ശുക്ല പ്രതിപത് പ്രവർത്തേ എന്നാണ്. പൂർണ്ണേ ശശി മധ്യ ബലോദശാകെ എന്നുള്ള ഫലം ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ്റെ ബലം പരിശോധിക്കുമ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ട ബലാബലങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ സൂര്യൻ്റെ ദശയും ചന്ദ്രൻ്റെ ദശയും ഒക്കെ ഈ കണക്കിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫലങ്ങൾ തരും. അടുത്ത് നമുക്ക് വരാൻ പോകുന്ന മറ്റുള്ള ദശ ശനിദശയും ചിന്തിക്കുമ്പോൾ ശനി അഷ്ടമാധിപത്യവും കേന്ദ്രാധിപത്യവും ഉള്ള പക്ഷേ ഈ ശനി അവിടെ
അവിടെ ബലവാനായിട്ട് ഈ സ്വക്ഷേത്രത്തിൽ തന്നെ നിൽക്കുകയും രാജയോഗർത്താവായിട്ടും ശശമഹായോഗർത്താവായിട്ടും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശനിദശയും നമുക്ക് നല്ല അനുഭവങ്ങളെ തരും. സമ്പന്നമായിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നമുക്കത് ഉണ്ടാക്കിത്തരിക. നല്ല നല്ല മേന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ അഷ്ടമാധിപത്യം എടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഒരു പകുതിക്ക് ശേഷം ആ ശനി നമുക്ക് ഭാര്യാപുത്ര വിപത്യം അംഗവിഗതിം കർത്താവർക്കാത്മജോ എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഭാര്യയ്ക്കും മക്കളും ഈ ശനിദശയുടെ അവസാനമൊക്കെ മിക്കവാറുമൊക്കെ ശനിദശ വരിക, കണ്ടകശനി ഏഴദശനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭാര്യയും മക്കളുമായിട്ടൊക്കെ നമുക്കൊന്ന് തെറ്റാനുള്ള വരുത്തുക. അവർ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോലും സാധ്യതയുള്ളതായ സാഹചര്യങ്ങൾ ഇപ്പോൾ പല ഏഴദശനിക്കാർക്കും നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് സ്ഥലത്തായിട്ട് ജീവിക്കുക, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ശിഥിലമാവുക, കുടുംബങ്ങൾ തന്നെ ഒരു വളരെ അരിഷ്ഠിതാവസ്ഥയിലേക്ക് കടന്നു പോവുക. ഇങ്ങനെയൊക്കെ ആ ശനിദശയുടെ ഘട്ടത്തിലേക്ക്. എന്നാൽ ഈ ശനി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യുമെന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നമുക്ക് ഏതായാലും നിങ്ങൾക്ക് എന്തെല്ലാം ഈ ദശാകാലങ്ങളും ചാരവശാലുള്ള ഫലങ്ങളൊക്കെ നമുക്കിങ്ങനെ ഉണ്ടെങ്കിൽ പോലും ദൈവാനുകൂല്യം ഒന്നത്രേ സർവത്ര വിജയപ്രദം എന്നുള്ള ഒരു ഫലം ആചാര്യന്മാർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല നല്ല സഹവർത്തിത്വം കൊണ്ടും നല്ല സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസവും നല്ല സൽപ്രവർത്തികളും ഈശ്വരാനുഗ്രഹവും കൊണ്ട് നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതിന് സംശയം വരില്ല, സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങോട്ട് ദൈവീക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തോളൂ. എല്ലാം കൊണ്ടും നമുക്ക് 9ാം ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ഈ ചന്ദ്രരാശി കൊണ്ടാണ് പറയുകയാണെങ്കിൽ 9ാം ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ഈ വ്യാഴൻ്റെ ഫലമാണ് നമുക്ക് ശരിക്കും അതിൻ്റെ വിഷ്ണുപ്രീതി ആണ് പ്രധാനമായിട്ട് നമുക്ക് ജീവിതത്തിലുടനീളം അത് തുടർന്നു പോയാൽ അതൊരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. ഓക്കെ, നമസ്കാരം, നല്ലത് വരട്ടെ.